നമുക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പറ്റിച്ചാലോ ഫോണിൽ? മോനിഷ ഫോൺ എടുത്തിട്ടില്ല. അവൻ കുറച്ച് കോഴിയാണ്, തുറന്നു പറയാം. അവനെ വിളിച്ചൊന്ന് വട്ടം കറക്കണം. ഞാനൊന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് ഫോൺ തരാം. അപ്പം അയാൾക്ക് തന്നെ പണി കൊടുക്കാം. ഞാൻ മോശമായിട്ട് വെച്ച് കേസ് കൊടുക്കും തന്നെ പറഞ്ഞു കേട്ടോ. ഇച്ചിരി രൂക്ഷമായിട്ട് സംസാരിക്കണം. അപ്പം പണി കൊടുക്കുന്നത് എൻ്റെ ചേട്ടനായിട്ടുള്ള ഷിജിക്കാണ് പണി കൊടുക്കാൻ പോകുന്നത്. പുള്ളിയെടുത്ത് ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ മോശമായിട്ട് ചോദ്യം ചോദിച്ചു അതിനുള്ള പണിയാണ്. ഷിജിക്ക ഞാൻ കൊടുക്കാം കേട്ടോ, ഒന്ന് സോൾവ് ചെയ്തേക്കാം പ്ലീസ് കേട്ടോ. ഞാനൊന്ന് കൊടുക്കട്ടെ, ഒന്ന് പ്ലീസ് ഒന്ന് കൊടുക്കട്ടെ. ഞാൻ കൊടുക്കാവേ. മോശ ചേട്ടനാ. ഹലോ നമസ്കാരം, ഇത് അനീഷിന്റെ ബ്രദർ ആണോ? നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് ഈ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് ഇല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ ഉത്തരം പറയാ? ഇതിലൊക്കെ വരുന്ന യൂട്യൂബിലും ഇതിലൊക്കെ വരുന്നതല്ലേ. അപ്പൊ നിങ്ങളുടെ ബ്രദറിന്റെ പരിപാടി ഒന്നും കാണാറില്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ലേ? അല്ല, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? ഒരു പരിധിയില്ലേ? പ്രാങ്കും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഇന്റർവ്യൂ കേസ് കൊടുക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തോ ആവശ്യം ഇവിടെ എല്ലാവരും കളിച്ചിട്ട് സൈസാറൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യത്തില്ല. നിങ്ങളൊന്ന് സോൾവ് ചെയ്യാനാ തന്നത്. ഞാൻ പുള്ളിയെടുത്ത് സൈസാർ അവിടെ ഇപ്പോൾ ഉണ്ട്. സൈസാറിനെ പരിചയമുണ്ടോ? സീരിയസ് ആയിട്ടും അനുചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അനുചേട്ടനൊക്കെ പേടിച്ചിരിക്കുക. അനുചേട്ടൻ മാറി നിൽക്കുക. നിങ്ങളടുത്ത് പ്രാങ്ക് ആക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഒന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറഞ്ഞു, വിളിച്ച് തരാൻ പറഞ്ഞു. നിങ്ങൾ ചാനലിൽ ആരെങ്കിലും വിളിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതേപോലെ എൻ്റെ ഇക്ക സീരിയൽ ആർട്ടിസ്റ്റാണ്, ഒന്ന് മോനിഷോ സംസാരിച്ചൊന്ന് സെറ്റിലാക്കുക, ഒന്ന് ക്ലിയർ. ഞാൻ ചോദിച്ചാൽ വേറെ ഒന്നും ഇല്ലിക്ക. ഞാനില്ല അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി ചോദിക്കുന്നതാണല്ലോ ഒക്കെ. പുള്ളിക്കാരി ആകെ കലിപ്പ്. നിങ്ങളൊന്ന് സംസാരിക്കുക, ഒന്ന് സംസാരിക്കുക പ്ലീസ്. ഇല്ല, ഇത് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് നമ്മൾ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അതിനിടയിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ പിന്നെ വർക്ക് ചെയ്യുക? എനിക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇന്ന് ഷൂട്ടിൽ കയറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ബ്രദറിനെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ലീഗലി ഞാൻ എന്താന്ന് വെച്ചാൽ വേണ്ട, ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളിത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ പോരെ. എന്നാൽ പിന്നെ എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ ഇല്ലല്ലോ. നിങ്ങളിങ്ങനെ മിണ്ടായിരിക്കും, വായി തുറന്ന് വല്ലതും പറ. നിങ്ങൾ എല്ലാ കാര്യത്തിനും എനിക്ക് ഉപദേശം തരും. അത് കണ്ട കേൾക്കുന്നില്ല. ഞാൻ പറയട്ടെ, അത് വേണ്ടെന്നാ പറയുന്നത്. ഒന്ന് സംസാരിക്കും, നിങ്ങളും സംസാരിക്കും. ഇതിന് ഒരു പരിഹാരം കാണണല്ലോ. പുള്ളി സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ ഏത് സീരിയലാ ചെയ്യുന്നേ? ഏത് ചാനലിലാ? ഏഷ്യാനെറ്റിൽ. എവിടെയാ എന്റെ ഷൂട്ട് നടക്കുന്നത്? തിരുവനന്തപുരം. എവിടെയാ ലൊക്കേഷൻ? അന്ന് എനിക്ക് എന്തായാലും നിങ്ങൾ പേഴ്സണലി ഒന്ന് കാണണം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങളുടെ ബ്രദർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? പ്രാങ്ക് ഒന്നും അല്ല ഇത്, പ്രാങ്ക് ഒന്നും അല്ല. ഞാൻ അത്ര പൊട്ടത്തിയൊന്നും അല്ലല്ലോ. അല്ല, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പ്ലീസ്. ഡിലീറ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. എനിക്ക് ഇതിനൊരു തീരുമാനം വേണം. പുള്ളിക്കാരി ഷൂട്ടിന് കേരളന്നൊക്കെ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് പറയേക്കാം പ്ലീസ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ വരണം, ഇവിടെ വന്ന് ഇതിന് തീരുമാനമാക്കി തന്നെ എനിക്ക് കാര്യമായിട്ട് ഒരു കാര്യം ചെയ്യാം. അനുചേട്ടാ ഇങ്ങോട്ടോ. അനുചേട്ടാ ഒരു മിനിറ്റ്, ഒന്ന് എന്താ സംഭവം? എന്താ സംഭവം ഒന്ന് പറഞ്ഞേ. പുള്ളിക്കാരൻ ഞാൻ പുള്ളിക്കാരെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. നിങ്ങൾ മറ്റേ ഏതോ ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ, എന്താ നിങ്ങളുടെ സംഘടനയില്ല, അതൊക്കെ ഒന്ന് പറ, ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യ് പ്ലീസ്. നിങ്ങൾ ഇതിൽ എന്നെ സഹായിച്ചില്ലെങ്കിൽ മേലെ വിളിക്കല്ലേ, പറഞ്ഞ കേട്ടല്ലോ. ഞാൻ കൊടുക്കാം. എൻ്റെ ഫോൺ വാങ്ങിക്കുന്നു. ഹലോ പറയൂ. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താക്കൂ? ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇവിടെ വരണം. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. പിന്നെ നിങ്ങളുടെ ബ്രദർ അല്ലേ, നിങ്ങളുടെ ബ്രദറിന്റെ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വിളിക്കുന്നത്. എന്ത് ഗ്രൂപ്പിലുണ്ടെങ്കിലും ശരി, എനിക്ക് ഇവിടെ ഇന്ന് നിങ്ങൾ വന്നാലേ ഞാൻ ബാക്കി ഷൂട്ടിന് ഞാൻ കയറുള്ളൂ. ഇതെന്താ കുട്ടിക്കളിയാന്നാ വിചാരിച്ചത്? ഒരു ഇന്റർവ്യൂ അല്ലേ. പറയും, നിങ്ങൾ ഉത്തരം പറ.
സാധാരണ അവങ്ങനെ പ്രാങ്ക് പോലെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇപ്പൊ പ്രാങ്ക് ആണോ നമ്മൾ ചോദിച്ചത്. ഒരാളെ മോശമായിട്ടൊന്നും ഇതിനാണല്ലോ. വല്ലാത്തൊരു രീതി തന്നെ ഞങ്ങൾ ബ്രദറിനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇല്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നല്ല ശബ്ദമാണ് കേട്ടോ മനുഷ്യന്റെ ശബ്ദം. മനുഷ്യനാണ് ഡബ് ചെയ്യുന്നത്? മോനിഷ അല്ല ഡബ് ചെയ്യുന്നത്. അല്ലേ? ആരാ ഡബ് ചെയ്യുന്നേരാ? നിങ്ങൾ എൻ്റെ അടുത്ത് കൊഞ്ചാനല്ല ഞാൻ പറഞ്ഞത്. ഇയാളൊരു കാര്യത്തിന് വിളിച്ചപ്പോൾ ഇയാൾ എന്തോടെ സൗണ്ട് കൊള്ളാന്നൊക്കെ. ഇയാള് എനിക്ക് എന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കും അടിവാച്ചരാണ് സംസാരിക്കുന്നത്. ഞാനൊരു സോഷ്യലാക്കാൻ നോക്കുമ്പോൾ നീ അതിനിടയ്ക്കിട്ട് കുളമൊക്കെ നിൽക്കുന്നു. സോഷ്യൽ ഇങ്ങനെ കോഴിത്തരം കാണിച്ചാണ് സോഷ്യൽ കാണിക്കുന്നത്, സൗണ്ട് കൊള്ളാതെ പോലെ. എന്താ പിന്നെ മോനിഷ ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന സ്ത്രീ എടുത്ത് സൗണ്ട് കൊള്ളാമല്ലോ ഒന്ന്. അല്ല കൊള്ളൂലെന്ന് പറഞ്ഞില്ല, മോശമായിട്ടൊന്നും പറഞ്ഞല്ലോ, ശബ്ദം കൊള്ളാതല്ലേ പറഞ്ഞു. ഇയാളെ വെച്ചോ, ഇത് ക്യാമറ 2 ഓണാണ്. ഇയാൾ പറയുന്ന മൊത്തം നാട്ടുകാർ മൊത്തം കേൾക്കുന്നത്. ഏറിയുന്ന സാധനം ഇയാൾക്കൊരു പ്രാങ്ക് എന്നതാ മോനിഷയെ വിളിച്ചിട്ട്, കേട്ടല്ലോ. ഇനി മേലാൽ ആർട്ടിസ്റ്റാന്ന് ആര് വിളിച്ചാൽ പറയരുത്, കേട്ടല്ലോ. ആർട്ടിസ്റ്റാണ്. മോനിഷയുടെ സൗണ്ട് കൊള്ളാന്ന്. ഞാൻ മോനിഷയുടെ അടുത്ത് കൊടുക്കാം. ഹലോ, അത് ശരി, പണി നമുക്കിട്ട് പണിഞ്ഞല്ലേ. ചേട്ടന്റെ ശബ്ദം കൊള്ളാട്ടോ. അവരിങ്ങനെ പ്രാങ്ക് ചെയ്യാറുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം സംഭവം. എനിക്കാണ് പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ഭയങ്കര പറയാ സംഭവം സീരിയസ് ആണ്. അല്ല അവരിങ്ങനെ പ്രാങ്ക് ചെയ്താൽ അവരിങ്ങനെ ഡീൽ ചെയ്ത് പോകുന്ന എനിക്കറിയാം. ഓ സുഖമായിട്ടിരിക്കണോ? വർക്കിലാണോ? അല്ലല്ലേ, നമ്മുടെ കൊല്ലത്തും ഇന്നലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നാളെ. ശരി, സുഖം. ആയിക്കോട്ടെ, താങ്ക് യു. എന്ത് പറ്റിയടാ ഇത്? പെട്ടെന്ന് ഇയാൾ വെച്ച് ഇയാളെ അല്ലെങ്കിൽ തല കൊയ്യുന്നതെന്നല്ലോ സംസാരിച്ച്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്റർവ്യൂവിന്റെ ഇടയിലാ, പിന്നെ വിളിക്കാം. ഓക്കെ ബൈ. മോനിഷയുടെ സൗണ്ട് കൊള്ളാം. സോഷ്യലാക്കാൻ നോക്കിയതാണ്. ആള് പേടിച്ച്. ആളിനി ഇവിടെ വരേണ്ടി വരുമെന്നുള്ള. എൻ്റെ ഇക്കാന്ന് പറഞ്ഞാൽ റിലേഷൻ അല്ല, പക്ഷെ ഒരു സഹോദരനാണ് പുള്ളി. അതെ അതെ അതെ. ഇനി എന്തായാലും ഭയങ്കര ഒരു റിലാക്സ് ആയില്ലേ? സത്യത്തിൽ എനിക്ക് മോനിഷയ്ക്ക് ഒരു പ്രാങ്ക് തരാനാണ് ഞാൻ വിചാരിച്ചത്. അടി പറ്റുമെന്ന് എൻ്റെ അടുത്ത് അനുചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചു. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഇരിക്കണം. നമുക്ക് ഈ എപ്പിസോഡ്സ് ഒക്കെ പോയിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്തായാലും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, മാനത്തെ കൊട്ടാരം സീയില് 7 മണിക്കുണ്ട്. മറക്കാതെ കാണുക. നല്ല എന്താ പറയുക, ഫാമിലി സ്റ്റോറിയാണ്. ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ്. കാണുക, സപ്പോർട്ട് ചെയ്യുക, അതെനിക്ക് പറയാനുള്ളൂ. ഇനി എന്തായാലും മടി കാണിക്കരുത്, അഭിനയത്തിലേക്ക് മടി കാണിക്കരുത്. മടി കാണിക്കാതെ സിനിമയിലേക്ക് വരൂ. സിനിമയിലൂടെ വരണം. സിനിമ ട്രൈ ചെയ്യുന്നുണ്ടോ? സിനിമ ഇത് കുറച്ചിങ്ങനെ കംഫർട്ട് സോൺ ആയതുകൊണ്ട് മടിയാണോ കൂടുതലും? ഞാൻ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് മെനക്കെട്ടിട്ടില്ല സത്യം പറഞ്ഞാല്. തീർച്ചയായിട്ടും മെനക്കെടാതെ തന്നെ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ ജീവിതത്തിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറിൽ ഇരിക്കുമ്പോൾ മഞ്ജു വാര്യരല്ലേ, പുള്ളിക്കാരി ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, സാരിയൊക്കെ കൊടുത്തിട്ടുള്ള. അതുപോലെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അപ്പോൾ അതുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടിട്ടോ. നല്ല സ്മൈല്, ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇക്ക പറഞ്ഞ തന്നെ നല്ല വോയിസ്. എനിവേ താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. കാണാം.